കേറി വാടാ മക്കളെ. അപ്പം ഇദ്ദേഹം എവിടെ പഠിക്കുന്നു? ഞാൻ RLV കോളേജിൽ പഠിക്കണം, തൃപ്പൂണിത്തറ. തൃപ്പൂണിത്തറ മ്യൂസിക് ആണോ? മ്യൂസിക് കോളേജ്. ആഹാ, ബെസ്റ്റ്, കൺഗ്രാറ്റ്സ്. താങ്ക് യു. മോളോ? ഞാനിപ്പോ +1 +1. ആ, എവിടെ? കിട്ടിയിട്ടില്ല. വീട്ടിലെ ഓൺലൈൻ ആണല്ലോ. ജയിക്കൊന്നും തന്നെ അറിയാൻ പാടില്ല. അല്ല, ഇപ്പൊ വളരെ ഈസി അല്ലേ? ഓൺലൈൻ ആകുമ്പോൾ ഇപ്പോഴത്തെ പുസ്തകം നോക്കിയിട്ട് ഇങ്ങനെ അടിച്ചാൽ പോരെ. അവൻ മോൻ ഒരു പാട്ട് പാടി. RLV കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയാകുമ്പോഴത്തേക്ക് ഒരു 4 വരി പാട്ട് നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യും. പാടാം. കുറുക്ക് സിറുത്തവളേ, നെഞ്ചിൽ കുങ്കുമത്തെ കരച്ചവളേ, നെഞ്ചിൽ മஞ்சள் தேச்சு குளிக்கையில் இன்னும் கொஞ்சம் பூசு தாயே, சபாஷ். உன் கொலுசுக்கு மணியாக இன்னும் கொஞ்சம் மாத்து தாயே. குறுக்கு சிறுத்தவளே, நெஞ்சில் குங்குமத்தை கரைச்சவளே, நெஞ்சில் மஞ்சள் தேய்ச்சு குளிக்கையில் இன்னும் கொஞ்சம் பூசு தாயே, உன் கொலுசுக்கு மணியாக என்ன கொஞ்சம் மாத்து தாயே. ஒரு கண்ணில் நீர் கசிய, உதட்டு வழி உசிர் கசிய, உன்னால சில முறை இருக்கவும் சில முறை பிறக்கவுமானதே. அந்த ஆத்தோடு விழுந்ததென்ன, அந்த ஆத்தோடு போவது போல் நெஞ்சு உன்னோடுதான் பின்னோடுதே. அட காலம் மறந்து காற்று மரவும் பூக்கிறதே. അൺഇമാജിനബിൾ. ഞാൻ ഈ കോവിഡ് അല്ലായിരുന്നെങ്കിൽ, ഈ സിറ്റുവേഷൻ അല്ലായിരുന്നെങ്കിൽ ഞാൻ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നേനെ. അത്ര മനോഹരമായിട്ട് പാടി. എത്ര വയസ്സായി ഇപ്പം? എനിക്ക് 20 വയസ്സ്. ഈ കോമ്പറ്റീഷൻ ഒന്നും പോയിട്ടില്ലേ? ഞാൻ ഓഡീഷനൊക്കെ പോയിട്ടുണ്ട്. മറ്റേ ഈ സരിഗമപ്പായില്ലേ, അതിന്റെ ഓഡീഷൻ ഒട്ട് കിട്ടിയില്ല. ആരാ അവിടെ ഇരുന്നേ? പേരറിയാൻ പാടില്ല. തല്ലിക്കൊല്ലണം. അല്ലാതെ വേറൊന്നും ഞാൻ പറയുന്നില്ല. കാരണം സംഗീതം സത്യമാണ്. കാരണം ഈ ഒരു കുട്ടി ഓഡീഷന് പോയിട്ടുണ്ടെങ്കിൽ, ഞാനാണ് അവിടെ ഇരിക്കുന്നെങ്കിൽ 100% 2 വരി പാടുമ്പോഴേ ഞാൻ ടിക്ക് ചെയ്യും. കാരണം 42 വർഷമായിട്ട് സിനിമയിൽ പാടുന്നൊരു വ്യക്തിയാണ്. മാത്രവുമല്ല, ഒരു സംഗീത കുടുംബത്തിൽ ജനിച്ചൊരു വ്യക്തിയാണ്. അത്യാവശ്യം സംഗീതം അറിയാം. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം, ഒറ്റ കാര്യമുള്ളൂ. നമ്മളൊരു പാത്രത്തിൽ അരി വേവിക്കാൻ ഇടുമ്പോൾ അരി വെന്തോ എന്ന് നോക്കാൻ വേണ്ടി അതിനകത്തുള്ള മൊത്തം അരി എടുത്ത് ഞെക്കി നോക്കണോ? വേണ്ടല്ലോ, ഒരെണ്ണം പോരെ. അതുപോലെ ഒരു പ്രാവശ്യം 2 വരി പാടുമ്പോൾ നമുക്കറിയാം ഒരാൾ പാടുമല്ലോ എന്ന്. എന്തായാലും മോന് ഡെഫിനറ്റ് 100% അങ്കിളിനൊരു പടം വരികയാണെങ്കിൽ, ഞാൻ സംഗീത സംവിധാനവും ചെയ്യാറുണ്ട്, ഒരു പടം വരികയാണെങ്കിൽ 100% മോൻ തന്നിരിക്കും ഒരു പാട്ട്, ഡെഫിനറ്റ് ആയിട്ട്. മാത്രമല്ല, ഇത് കേട്ടോണ്ടിരിക്കുന്നവർ മനസ്സിലാക്കുക, ഇനിയെങ്കിലും ഇതുപോലെ ആരായാലും, ഞാൻ ആരെയും കുറ്റം പറയല്ല, ഇതുപോലെ വിട്ടുപോണ പല കുട്ടികളുമുണ്ട് ഓഡീഷന് പോയിട്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. കാരണം ഇപ്പം ഈ മോൻ പാടിയ പാട്ട് ഒരു സാധാരണ ഒരു കുട്ടിക്ക്, പാടുന്ന കുട്ടിക്ക് പാടാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് പാടിയത്. മോൻ പഠിച്ചോളൂ. കൂട്ടത്തിൽ വേറെ പഠനം കൂടെ നടത്തിക്കോ. സംഗീതം ഒട്ടും കളയണ്ട. ഭയങ്കര, യു ഹാവ് എ വെരി ബ്രൈറ്റ് ഫ്യൂച്ചർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എന്തായാലും നിങ്ങൾ 2 പേരും നന്നായിരിക്കട്ടെ. നല്ല 2 മക്കളെ കിട്ടിയിട്ടുണ്ട് 2 പേർക്ക്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പം ഉത്തരം നൽകിയിരിക്കുന്നത് ബി, 3 സെന്റാണ്. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. സവാരി ഗിരിഗിരിയിൽ 2ാമത്തെ ചോദ്യം. ഒരു വീഡിയോ കാണാം. ഇത് ആണുങ്ങൾ മാത്രം താമസിക്കുന്ന വീടാ. നിന്റെ കൈയും കാലും ക്യാമറയും കാണാനൊന്നുമല്ല ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. മേലാൽ ഇത്തരം വേഷം കെട്ടി കോടിപ്പൊടി കയറി പോരുന്നത്. അപ്പോഴേ ഒന്ന് നിന്നേ.
അതൊക്കെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ താമസിച്ചാ മതി. എന്റെ ഫോൺ ഭാഷ മനസ്സിലായോ? അറബിയാണ്. ഏ തെലുങ്കൊന്നുമല്ല, മലയാളം തന്നെയാണ്. പക്ഷെ അവിടെ ഒന്നും മനസ്സിലായില്ലല്ലേ? എനിക്ക് അത് തന്നെയാണ്. കനക എന്ത് ഡയലോഗ് പറയുമ്പോഴാണ് മോഹൻലാലിന്റെ മുഖം മാറുന്നത്? ഇത് എൻ്റെ വീടാണ്, ഇഷ്ടമുള്ള പോലെ നടക്കും, വേണമെങ്കിൽ തുണിയില്ലാതെ ഇവിടെ കിടന്ന് ഓടും. ബി, ഇത് എൻ്റെ വീടാണ്, എൻ്റെ ഇഷ്ടമുള്ളത് ഇവിടെ നടത്തും, തുണിയില്ലാതെ ഇവിടെ ഞാൻ നടക്കും. സി, ഇതെൻ്റെ വീടാണെങ്കിൽ എൻ്റെ ഇഷ്ടമുള്ളത് നടക്കും, തുണിയില്ലാതെ നടക്കും, ചിലപ്പോൾ കാണേണ്ടി വരും. ഏതാണ്? എന്ന് പറഞ്ഞ് എ ആണെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടി ഇതെന്റെ വീടാണ്, ഇഷ്ടമുള്ള പോലെ എനിക്ക് ഇഷ്ടമുള്ള പോലെ നടക്കും, വേണമെങ്കിൽ തുണിയിലാണ്ട് നടക്കും. തുണിയില്ലാതെ അത് കാണാൻ പറ്റുമെങ്കിൽ മാത്രമേ ഇവിടെ നിന്നാൽ അല്ലേ? ഇപ്പൊ എ ആണെന്ന് എനിക്ക് തോന്നി. ആളൊരു എ ആണ് കേട്ടോ. കണ്ടോ, ഇഷ്ടം മുഴുവൻ അങ്ങോട്ടാണ്. എന്തായാലും ഞാൻ എ പൂട്ടി വെച്ചു കേട്ടാ.